അഞ്ജിത, തീർച്ചയായും ഈ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. കാരണം എത്തിക്സ് കമ്മിറ്റിക്ക് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവർ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് നൽകണം. നോട്ടീസ് നൽകിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശദീകരണം കേൾക്കണം. അതിനുശേഷം പരാതിക്കാരൻ DK മുരളിയാണ് പരാതിക്കാരൻ്റെ വാദവും കേൾക്കണം. അതിനുശേഷമേ അവർക്കൊരു റെക്കമെൻഡേഷൻ സഭയ്ക്ക് മുന്നിൽ വെക്കാൻ കഴിയും. അങ്ങനെ റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും അയോഗ്യനാക്കാനുള്ള അധികാരമൊന്നും എത്തിക്സ് കമ്മിറ്റിക്കില്ല. അവർക്ക് ആകെ ചെയ്യാൻ കഴിയുക രാഹുൽ മാങ്കൂട്ടത്തെ സഭാ നടപടികളിൽ നിന്ന് പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കാം എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും അയോഗ്യനാക്കാനുള്ള ഒരു അധികാരമോ പവറൊന്നും എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ല. പക്ഷേ അതൊരു പൊളിറ്റിക്കലി അങ്ങനെ ഒരു തീരുമാനം സഭാ നടപടികളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അതൊരു സിംബോളിക് ആയിട്ടുള്ളൊരു നടപടിയാകും എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ MLA മാർ ഇങ്ങനെയൊരു നീക്കവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ എത്തിക്സ് കമ്മിറ്റിയുടെ ഒരു കോമ്പിനേഷനാണ്. അതിൽ ഉള്ള അംഗങ്ങളെന്ന് പറയുന്നത് മുരളി പെരുന്നെല്ലിയാണ് അതിൻ്റെ അധ്യക്ഷൻ. അതുപോലെ MV ഗോവിന്ദൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ തുടങ്ങിയ 3 പ്രമുഖ CPM നേതാക്കൾ, LDF-ന്റെ നേതാക്കളാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത്. പ്രതിപക്ഷത്ത് നിന്ന് റോജി M ജോണും UA ലത്തീഫുമാണ്. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അണിനിരക്കുന്ന ഒരു എത്തിക്സ് കമ്മിറ്റിയാണ്. എത്തിക്സ് കമ്മിറ്റി ഒരു കർക്കശ നിലപാടെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ പൊതുവെ ഈ ലൈംഗിക വിഷയങ്ങളിൽ ഒരു ശക്തമായ നിലപാടെടുക്കുന്നു എന്നുള്ള ഒരു പ്രതീതി, അങ്ങനെ ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകാം ഈ എത്തിക്സ് കമ്മിറ്റി നടപടിയിലൂടെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ളത്. വാമനപുരം MLA DK മുരളി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ AN ഷംസീർ, അതായത് നിയമസഭാ സ്പീക്കർ, ആ ഒരു പരാതി എത്തിക്സ് കമ്മിറ്റിക്ക്, പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൈമാറിയിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ 1, 2, 3, 4 വശങ്ങളുണ്ട്. എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വിശദമായി പോവാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന എത്തിക്സ് കമ്മിറ്റിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് പരാതി നൽകിയത് എന്നുള്ളത്. അത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളാണ് ഹോൾസെയിൽ തന്തമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ ഹോൾസെയിൽ തന്ത അത് ഞങ്ങളാണ് എന്ന് ജനങ്ങളെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ നാടകം കളിക്കാൻ വേണ്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇനി ഈ എത്തിക്സ് കമ്മിറ്റി ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? എന്താണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടത് ഫെബ്രുവരി 2, അതായത് തിങ്കളാഴ്ച, നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട്? ആദ്യം ഈ എത്തിക്സ് കമ്മിറ്റി കൂടിയിട്ട് അവർ തീരുമാനിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് അയക്കണം. നോട്ടീസ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി കിട്ടണം. അതുപോലെ തന്നെ പരാതിക്കാരനും ഇതുപോലെ നോട്ടീസ് അയക്കണം. പരാതിക്കാരനും ഇതിൽ വാദം പറയണം. മനസ്സിലായില്ലേ? ആ പരാതിക്കാരും അതുപോലെ കുറ്റാരോപിതൻ രാഹുൽ മാങ്കൂട്ടവുമാണല്ലോ. അപ്പോൾ കുറ്റാരോപിതൻ 2 പേരുടെയും മറുപടികൾ ലഭിക്കേണ്ടതുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് എത്തിക്സ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം സഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സഭയുടെ അവസാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ആ സഭാ സമ്മേളനം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ ആ സഭാ സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി കിട്ടണം, DK മുരളിയുടെ വാദം കേൾക്കണം. അത് കഴിഞ്ഞിട്ട് എത്തിക്സ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം മുഖ്യമന്ത്രി സഭയിൽ പറയണം. എന്നിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടി വേണോ വേണ്ടേന്ന് ആലോചിക്കാൻ. മനസ്സിലായില്ലേ? അവിടെ ഈ എത്തിക്സ് കമ്മിറ്റിക്ക് പൂർണ്ണമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു അധികാരം എത്തിക്സ് കമ്മിറ്റിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? രാഹുൽ മാങ്കൂട്ടത്തിന് സഭാ നടപടികളിൽ നിന്ന് വിലക്കാൻ പറ്റും, താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമാണ് സാധിക്കുന്നത്. ഇപ്പോൾ അവിടെയും ഞങ്ങളാണ് ഹോൾസെയിൽ തന്ത എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് വേണ്ടത്. ഞാൻ ശരിക്കും പറയുന്നത് ഇപ്പോൾ CPM, കാരണം ഇവിടെ എത്തിക്സ് കമ്മിറ്റിയിൽ 4 പേര് CPM-ൻ്റെ LDF-ൻ്റെ അംഗങ്ങളും 2 പേര് UDF-ൻ്റെയുമാണ്. അപ്പോൾ ഈ 4 പേരുടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ച്
4 പേരോട് ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണം. കാരണം അതിലുള്ളത് ഒന്ന് മെയിൻ പ്രധാനപ്പെട്ട് TP രാമകൃഷ്ണനാണ്, പിന്നെ ശൈലജയാണ്, സീസറമ്മയുണ്ട്, പിന്നെ കോവിന്ദനുണ്ട്. ഈ 3 പേരും മറ്റൊരാൾ കൂടിയുണ്ട്, മുരളി. അപ്പോൾ 4 പേരും കൂടി ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണം. എന്നിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് എന്ത് പറയണം നിങ്ങൾ? ഞങ്ങളാണ് ഹോൾസെയിൽ തന്തമാര്. കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ ഹോൾസെയിൽ തന്തമാര് ഞങ്ങളാണ് എന്ന് നിങ്ങൾ പറയണം. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാരണം തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ ഈ ഹോൾസെയിൽ തന്തമാര് മുകേഷിനെ കണ്ടില്ലേ? ഗണേഷ് കുമാറിനെ കണ്ടില്ലേ? കടകംപള്ളിയെ കണ്ടില്ലേ? KT ജലീലിനെ കണ്ടില്ലേ? ഇനി മുൻപും ഉണ്ടായിരുന്നല്ലോ സ്പീക്കറുടെ കസേരയിലിരുന്ന ഒരു മഹാവ്യക്തി ശ്രീരാമകൃഷ്ണൻ, അതുപോലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക്, ഇപ്പോഴുള്ള AK ശശീന്ദ്രൻ, PK ശശി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇവരെയൊന്നും നിങ്ങൾ കണ്ടില്ലേ? ഇവിടെയൊന്നും നിങ്ങൾ ഹോൾസെയിൽ തന്തയാവുന്നത് എവിടെയും കണ്ടില്ലല്ലോ എന്നൊരു തിരിച്ച് ചോദ്യം ഇവരോട് ചോദിക്കാനുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തേ അടങ്ങൂ എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ എന്താണ് മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളാണ് ഹോൾസെയിൽ തന്തമാര് എന്നാണെങ്കിൽ ആ തന്തയോട് ചോദിക്കാനുള്ളത്, അത് ഏതവൻ്റെ തന്തമാരാണെങ്കിലും ശരി, അവരോടൊക്കെ ചോദിക്കാനുള്ളത് മുകേഷിൻ്റെ കാര്യത്തിലും ഗണേശൻ്റെ കാര്യത്തിലും ശശീന്ദ്രൻ്റെ കാര്യത്തിലും ജലീലിൻ്റെ കാര്യത്തിലും ആരുടെ കാര്യത്തിലും ഈ തന്തമാരെയൊന്നും എവിടെയും കണ്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. അപ്പോൾ ആദ്യം ഈ തന്തമാർ സ്വന്തം മക്കളുടെ കാര്യം നോക്കി മക്കളെ ആദ്യം നേരെയാക്കിയിട്ട് മതി നാട്ടുകാരുടെ മക്കളെ നന്നാക്കാൻ ഇറങ്ങുന്ന ഏർപ്പാട് എന്നാണ് ഈ തന്തമാരോട് പറയാനുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ രാഹുൽ മാങ്കൂട്ടം ഈ കോഡ് ഓഫ് ചട്ടലംഘനം നടത്തി, അല്ലെങ്കിൽ ഈ പറയുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റ് അത് ലംഘിച്ചു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഏതർത്ഥത്തിലാണ് ചട്ടലംഘനം നടത്തിയത്? ചട്ടം എന്താണ്? ഈ രാജ്യത്തിൻ്റെ നിയമമാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്, ഇവിടുത്തെ ജുഡീഷ്യറിയാണ്. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് ആര് പറയുന്നു? കോടതി പറയുന്നു, ഞാനല്ല. പത്തനംതിട്ട ജില്ലാ കോടതി പറയുന്നു, ഹൈക്കോടതി പറയുന്നു, ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ചട്ടലംഘനം നടത്തിയെന്ന് നിങ്ങളങ്ങ് വിധിയെഴുതുന്നത്? ഇനി മുകേഷ് പെണ്ണ് പിടിച്ചു, ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു എന്ന് കോടതിയിൽ കുറ്റപത്രം നിൽക്കുന്നു. ആര് പറയുന്നു? പിണറായി വിജയൻ്റെ പോലീസ് പറയുന്നു. ആര്? ഞാനല്ല പറയുന്നത്. നിങ്ങളുടെയൊക്കെ രാജാവിൻ്റെ അടിമകളായിട്ടുള്ള പോലീസിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ കുറ്റപത്രം കോടതിയിൽ നിൽക്കുന്നു. എന്താ ആ കുറ്റപത്രം പറയുന്നത്? മുകേശൻ ബലാത്സംഗം ചെയ്തു, മുകേഷ് പീഡിപ്പിച്ചു, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അത്രയും സത്യമാണ് എന്ന് പോലീസ് പറയുന്നു. ആ മുകേഷിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങളെടുത്തത്? ഇനി ആ മുകേഷിനെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ അവിടെ നിങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യപ്പെടും. എന്തുകൊണ്ട് പരാതി ലഭിച്ചില്ല? എന്തുകൊണ്ട് DK മുരളി ആ കാര്യത്തിൽ പരാതി പറഞ്ഞില്ല എന്ന് ചോദിക്കും. കാരണം ധാർമ്മികതയാണല്ലോ പ്രശ്നം. ആ ധാർമ്മികത നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. കോടതിയിൽ നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു മുകേഷ് കുറ്റക്കാരനാണെന്ന്. ആ കേസിൽ നിങ്ങളുടെ DK മുരളിക്കോ ഗോവിന്ദനോ സീസറമ്മക്കോ ഒന്നും ഒരു രീതിയിലുള്ള ധാർമ്മികത കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഈ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത അവിടെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾ ആരും ഇറങ്ങി പുറപ്പെടേണ്ട. ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോടതി പറയുന്നത് എവിടെ ബലാത്സംഗം, എവിടെ പീഡനം, എവിടെ സാമ്പത്തിക ചൂഷണം എന്നാണ് കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ മുകേഷിൻ്റെ കാര്യത്തിൽ കോടതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് പറയുന്നു, കുറ്റപത്രത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ വിചാരണ കഴിഞ്ഞ് ട്രയൽ കഴിഞ്ഞ് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നു എന്ത്? ആരോപണങ്ങൾ അത്രയും ശരിയാണ് എന്ന്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തേ ധാർമ്മികത കാണാൻ കഴിയുന്നില്ലേ? അവിടെ DK മുരളിക്ക്, വാമനപുരം MLAക്ക് അത് വായിച്ച് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമില്ലേ? കുറ്റപത്രം വായിച്ച് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമില്ലേ? അവിടെ ഈ പറയുന്ന കോവിന്ദനും ഈ പറയുന്ന സീസറമ്മക്കും ഈ പറയുന്ന TP രാമകൃഷ്ണനും ഈ ധാർമ്മികത കാണാൻ കഴിയുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ധാർമ്മികത
പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഈ നടപടിയെടുക്കുന്ന ആളുകളുടെ ധാർമ്മികത കൂടി ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. നിയമപരമായിട്ട് രാഹുൽ കുറ്റക്കാരനല്ലെന്ന് കോടതി പോലും നിരീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ധാർമ്മികത പറയുന്ന ആളുകളുടെ ധാർമ്മികത എന്താണ്? നിങ്ങളുടെ ഈ പറയുന്ന ചീഞ്ഞു നാറുന്ന പൊളിറ്റിക്കൽ താല്പര്യം അതിനെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ രാഹുലിനെ അയോഗ്യനാക്കുന്നത് കാണാൻ വേണ്ടി നമ്മളൊക്കെ ഒന്ന് കാത്തിരിക്കുക. എന്നിട്ട് നിങ്ങൾ അതിലൂടെ വലിയ മെസ്സേജ് നൽകണം സമൂഹത്തിന്. ആ മെസ്സേജിനെ ഞങ്ങളെല്ലാവരും ചോദ്യം ചെയ്യും. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിനു കൂടി മറുപടി തരണം സഖാക്കൾ. അത്രയേ ഉള്ളൂ, മറുപടി പറഞ്ഞാൽ മതി. ഇനി അതല്ല, അവിടെയും ബാലനും ശ്രീമതിയും അളന്ന നീളമാണ് പ്രശ്നമെങ്കിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ സഖാക്കൾ തൽക്കാലം അത്ര മനസ്സിലാക്കുക, നിങ്ങൾ തന്നെയാണ് ഈ മെസ്സേജ് നൽകാൻ, സമൂഹത്തിന് മെസ്സേജ് നൽകാൻ അർഹതപ്പെട്ട ആളുകൾ നിങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾ അയോഗ്യനാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അയോഗ്യനാക്കുമ്പോൾ ഒരു ശരിയുണ്ടല്ലോ, ആ ശരിയുടെ പക്ഷത്തായിരിക്കണം. അവിടെ അയോഗ്യരാക്കുന്നവരെ കൂട്ടത്തിൽ മുകേഷിൻ്റെ കാര്യത്തിൽ അയോഗ്യത ഉണ്ടാവണം, ഗണേശൻ്റെ കാര്യത്തിൽ അയോഗ്യത ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. അതാണല്ലോ അതിൻ്റെ ശരി എന്ന് പറയുന്നത്. കാരണം ഇവരൊക്കെ സ്ത്രീകളെ പീഡിപ്പിച്ചവരാണ്, വ്യഭിചരിച്ച് നടന്നവരാണ്, അവിഹിതങ്ങൾ ഉണ്ടാക്കിയവരാണ്, സ്ത്രീകളെ ആക്രമിച്ചവരാണ്, സ്വന്തം ഭാര്യയെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചവരാണ്. ഇവരെയൊക്കെ ധാർമ്മികത അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ധാർമ്മികത ഉണ്ടാവുന്നത് എവിടെ നിന്നാ? ഇവർ പബ്ലിക് ഫിഗറാണ് എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർ ജനപ്രതിനിധികളാണ് എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർ MLA-മാരാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ കാര്യത്തിലും ബാധകമാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.